വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. നിയന്ത്രണം എത്ര കാലം വേണ്ടിവരുമെന്ന് പറയാൻ കഴിയില്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. LDF ഭരിച്ച 10 കൊല്ലം പവർ കട്ട് ഇല്ലായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. അതിനിടെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചു. പീക്ക് സമയത്ത് വൈദ്യുതി കിട്ടാതെ നെട്ടോട്ടമുടുകയാണ് KSEB. 1 മണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട്. ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നതിനാൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ KSEB ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട് 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. വൈദ്യുതി മുടക്കം രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം. LDF രാഷ്ട്രീയം വെളിച്ചമാണെങ്കിൽ UDF രാഷ്ട്രീയം ഇരുട്ടാണ്. LDF രാഷ്ട്രീയം പവർക്കട്ടിനോട് യാത്ര പറഞ്ഞുവെങ്കിൽ UDF രാഷ്ട്രീയം പവർക്കട്ടിനെ വരവേൽക്കുന്നുണ്ട്. ആ സത്യവും നാം തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് അവകാശമാണ് വൈദ്യുതി. അത് ഉറപ്പാക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് പങ്ക് വഹിക്കണമോ ആ പങ്ക് വഹിക്കണം. 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. യൂണിറ്റിന് ₹2.93 എന്ന കുറഞ്ഞ നിരക്കിലാണ് സെക്കിയിൽ നിന്ന് വൈദ്യുതി ലഭിക്കുക. മീഡിയ 1 തിരുവനന്തപുരം.